ഇന്നത്തെ ഡിഷ് മാംഗ്ലൂർ സ്പെഷ്യൽ മട്ടൺ ഗീ റോസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. ഒരു വെറൈറ്റി ഐറ്റം തന്നെയാണിത്. ക്ലീനാക്കി വെച്ചിരിക്കുന്ന മട്ടൺ 1/2 കിലോ, അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞ് മസാലക്കൂട്ട് മട്ടൺ പീസസിൽ തേച്ച് പിടിപ്പിക്കണം. 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് മസാല നന്നായിട്ട് മട്ടണിൽ തേച്ച് പിടിപ്പിച്ചെടുക്കുക. എന്നിട്ടത് ഫ്രിഡ്ജിൽ 1 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കുക. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും അരച്ച്, പിന്നെ സ്പൈസസ് ഇതൊക്കെയാണ്: ഏലക്ക, കുരുമുളക്, ജീരകം, കറുവാപ്പട്ട. വലിയൊരു പാനിൽ ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. വലിയൊരു സവോള നീളത്തിലരിഞ്ഞ് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ല ബ്രൗൺ കളർ ആകുന്നവരെ വഴറ്റുക. ഒരു 10-15 മിനിറ്റ് എടുക്കും ഇതൊന്ന് നന്നായിട്ട് വഴണ്ടി വരാൻ. നല്ല ബ്രൗൺ കളർ ആവണം. ആ സമയത്ത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൺ ഒരു 4-5 വിസിൽ വരെ കുക്കറിൽ അടിച്ച് നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുക. ആ സമയത്തേക്കും നമ്മുടെ ഓണിയൻ സവാള മിക്സ് ഗ്രേവി നല്ല ബ്രൗൺ കളറായി. അതിലേക്ക് 1 ടീസ്പൂൺ മീറ്റ് മസാല ആഡ് ചെയ്തു. ആ സമയത്ത് നമ്മുടെ മട്ടൺ കുക്കായിട്ട് അതിൻ്റെ പ്രഷറെല്ലാം പോയിട്ടുണ്ട്. മട്ടൺ കുക്കായോ എന്ന് അറിയാൻ വേണ്ടി ഇതുപോലെ ഒരു ഫോർക്കും കൊണ്ട് കുത്തി നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക. മട്ടൺ കുക്കായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒന്നും കൂടെ 1 വിസിലും കൂടെ അടിച്ച് വേവിക്കുക. കുക്ക് ചെയ്ത മട്ടൺ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഓണിയൻ മിക്സിലേക്ക് ആഡ് ചെയ്തു. അതിൽ 1 ടീസ്പൂൺ വലിയ ടേബിൾ സ്പൂൺ ഗീ ചേർത്തെടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ ഗീയുടെ സ്മെല്ല്, ആ ഒരു ഫ്ലേവർ നന്നായിട്ട് എല്ലാ മട്ടൺ പീസസിലും കിട്ടണം. നന്നായിട്ട് മിക്സ് ചെയ്ത് കോട്ട് ചെയ്ത് എല്ലായിടത്തും മസാല അല്ലെങ്കിൽ അതിൻ്റെ ഗീ, മട്ടൻ്റെ നെയ്യ് നന്നായിട്ടുണ്ട്. മട്ടൻ്റെ നെയ്യും നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്ന ഗീയും കൂടെ ചേർന്ന് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും മട്ടൺ കഴിക്കുമ്പോൾ. ഗ്രേവി എല്ലാം നന്നായിട്ട് കുറുകി വരണം. ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് എല്ലാ ഗ്രേവിയും നന്നായിട്ട് കുറുക്കിയെടുക്കണം. നല്ലൊരു വെറൈറ്റി ഡിഷാണിത്. കുറച്ച് മല്ലിയിലയും കൂടെ അരിഞ്ഞ് ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പത്ത് 15 മിനിറ്റിന് ശേഷം നമുക്കത് നന്നായിട്ട് എല്ലാം മിക്സ് ചെയ്ത് നല്ലൊരു മട്ടൺ മസാല റെഡി ആയിട്ടുണ്ട്. ഇതിന് മട്ടൺ ഗീ റോസ്റ്റ് എന്നാണ് പറയുന്നത്. ഗീയിൽ അല്ലെങ്കിൽ ഓയിലിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.